സോളാർ കേസിൽ ഫോൺ രേഖകൾ പുറത്തുവിട്ടുവെന്ന പേരിൽ പോലീസുകാരനെ പിരിച്ചുവിട്ടു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസായിരുന്ന നിജേഷിനെതിരെയാണ് നടപടി. ആരോപണത്തെ തുടർന്ന് നിജേഷിനെ പാവറട്ടിയിലേക്ക് നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ ആരോപണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല. 2013 ജൂൺ 11 സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായർ നടത്തിയ ഫോൺ കോളുകളുടെ രഹസ്യമാണ് ആദ്യം പുറത്തായത്. പിന്നാലെ മന്ത്രിമാർ, എംപിമാർ, MLA മാർ തുടങ്ങി നിരവധി നേതാക്കളുടെ ഫോൺ കോളുകൾ സരിതയുടെ നമ്പറുമായി ബന്ധപ്പെടുത്തിയ വിവരങ്ങളും പുറത്തു വന്നു. ഫോൺ രേഖകൾ ചോർന്നതിനെ തുടർന്ന് വകുപ്പ് തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിജേഷിനെതിരെ നടപടിക്ക് ശുപാർശയായത്. തലശ്ശേരി സ്റ്റേഷനിൽ ജോലിയിലിരിക്കെ ഫോൺ രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നതാണ് നിജേഷിനെതിരെ ഉയർന്ന ആരോപണം. ഇതേ തുടർന്ന് ഇയാളെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. അന്നത്തെ SIയുടെ നിർദ്ദേശപ്രകാരം തലശ്ശേരിയിൽ സരിത നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ നിജേഷും ഉണ്ടായിരുന്നു. അതേസമയം അന്ന് SHO ആയിരുന്ന ബിജു ജോൺ ലൂക്കോസിനെതിരെ ഇപ്പോഴും അന്വേഷണം തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ക്രൈം ഡിറ്റാച്ച്മെന്റ് വിഭാഗത്തിൽ നിന്ന് സോളാർ കേസിന്റെ കോൾ വിശദാംശങ്ങൾ അടങ്ങിയ CD നഷ്ടമായെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. എന്നാൽ ഈ വിഭാഗത്തിന് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം മറ്റൊരാൾക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല. മേലുദ്യോഗസ്ഥർ അറിയാതെ ഇത്തരം രേഖകൾ ചോരില്ല എന്നിരിക്കെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ നടപടി പകപോക്കലാണെന്നാണ് ഉയരുന്ന ആരോപണം. കണ്ണൂരിൽ നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.